എങ്ങനെയുണ്ട്? ഞാൻ പേര് കേട്ടപ്പോ ആദ്യം തന്നെ ഒരു വ്യത്യസ്തമാണ് തോന്നിയത്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു സിനിമ കാണാനാണ് വന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ചിത്രം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് കാണാം, അതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറയാൻ തൃപ്തിയായി. എന്ന് പറഞ്ഞാല് നമ്മുടെ പഴയ കാലത്തെ ആ ഒരു ജീവിതം ഏറ്റവും ഇതിൽ എടുത്തു കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിശപ്പ്, മനുഷ്യന്റെ വിശപ്പ്. അതാണ് ഏറ്റവും എടുത്ത് എനിക്ക് ഈ സിനിമയിൽ നിന്ന്. അന്നത്തെ കാലത്ത് ഇന്നൊക്കെ നമുക്ക് വിശപ്പൊക്കെ വന്നാൽ നമുക്ക് ആരുടെ ഗൂഗിൾ പേയിലൊക്കെ കാശ് ഇടാൻ പറയാം, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമുക്ക് ചെന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഫോൺ ചെയ്തായാലും കൊണ്ടുവരും. പക്ഷെ അന്നത്തെ കാലത്ത് ഇതിലും കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്ന ആ വ്യക്തി മുരളി റാം എന്നാണ് പേര് എഴുതിയപ്പോഴാണ് കണ്ടത്. ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. പക്ഷെ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രണയവും അതേപോലെ വിശപ്പിനും ആ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്. അത് ആദ്യം തന്നെ ഇതിൽ എഴുതിയ തിരക്കഥ തന്നെയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഒരു അവാർഡ് മൂവി എനിക്ക് തോന്നുന്നു ഒരുപാട് അവാർഡുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 2020 സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു സിനിമയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സംവിധാന മികവ് എടുത്തു പറയേണ്ടതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഓരോ ഡയലോഗിനും അതേപോലെ തന്നെ ഇതിലെ കാസ്റ്റിങ്ങും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് തന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മെറീന മൈക്കിള് ഫാഷനബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു വ്യക്തി തന്നെയാണോ ഈ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന നായിക കഥാപാത്രം. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. നായകനോടൊപ്പം തന്നെ അത്ര മികച്ച രീതിയിൽ തന്നെ നായിക മെറീന മൈക്കിൾ ചെയ്തിരിക്കുന്നു. പിന്നെ സുനിൽ സുഗതയുണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടത് ഡയറക്ഷൻ, അതേപോലെ തന്നെ നല്ല സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ മികച്ച അഭിനേതാക്കൾ, ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നല്ല ലൊക്കേഷൻ, അതേപോലെ കോസ്റ്റ്യൂം, അതേപോലെ തന്നെ ആർട്ട് വർക്ക്, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഓരോ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ഈ ഒരു ചിത്രത്തിൽ. ഈ ചിത്രത്തിന്റെ പേര് പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച അനുഭവം തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ചിത്രം നമ്മൾ സ്റ്റണ്ട് പടമോ അല്ലെങ്കിൽ ഭയങ്കര പ്രേമമായിട്ടുള്ള രംഗങ്ങളോ പ്രതീക്ഷിച്ചിട്ട് വരേണ്ടതല്ല. സൈലൻ്റായിട്ട് നിന്ന് കണ്ട് നമ്മുടെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് വിശപ്പിനെ കുറിച്ച്. അന്നത്തെ ആ വിശപ്പ് ഉണ്ടായിരുന്ന മനുഷ്യൻ കാണിക്കുന്ന കാര്യം, ഇതിലെ കഥാപാത്രം, കേന്ദ്ര കഥാപാത്രം, അത് വളരെ എനിക്കൊരു ടച്ചിങ് ആയിട്ട് തോന്നി. നല്ലൊരു പഴയ കാലത്ത് ഏറനാടൻ അല്ലെങ്കിൽ വള്ളവനാട് ഭാഗങ്ങളിൽ ലഹളയ്ക്ക് ആളുകൾ പറഞ്ഞിരുന്നൊരു കൊളോക്കൽ ലാംഗ്വേജാണ് ജഗള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ടൈറ്റിൽ ഇടുമ്പോൾ എന്താണ് ഈ ജഗള എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ. ഈ ഒരു കാലഘട്ടത്തെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട് ഈ സിനിമയ്ക്ക് പുറത്ത്. നമ്മൾ ഏത് സിനിമ ചെയ്താലും കിട്ടാത്ത ഒരു റിസൾട്ട് നമുക്കിത് കിട്ടും. നമ്മൾ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ മൂവി അല്ലെങ്കിൽ ഒരു കാലഘട്ടം ചിത്രീകരിക്കാത്തൊരു സിനിമ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയൊരു എക്സ്പീരിയൻസാണ് ഇങ്ങനത്തെ ഒരു പീരീഡ് സബ്ജക്റ്റ് നമ്മൾ അതിലേക്ക് ആ ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലുള്ളൊരു സംതൃപ്തി അങ്ങനെയാണല്ലോ. അതെനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ജഗലയുടെ പ്രൊഡ്യൂസറാണ്, അവിടെ കണ്ടിട്ട് തിയേറ്ററിലെത്തി എന്ത് തോന്നുന്നു? സിനിമ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രിവ്യൂ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ. പക്ഷെ എന്തെങ്കിലും ഇവിടെ തിയേറ്ററിൽ നമ്മളെ വ്യത്യസ്ത ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുടെ കൂടെ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് കണ്ടത്. വളരെ സന്തോഷം എല്ലാവരുടെയും പ്രതികരണം അറിഞ്ഞപ്പോൾ. പിന്നെ ആ പഴയൊരു കാലഘട്ടത്തിലേക്ക് അത് ആളുകളെ കൂട്ടിക്കൊണ്ടേ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും സംസാരിച്ചത് എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മളെ ഡയറക്ടർക്കാണ്, അദ്ദേഹമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ നമുക്കത് വളരെ നന്നായിട്ട് നമ്മളെല്ലാവരും സിനിമ കണ്ടതല്ലേ. വളരെ അദ്ദേഹത്തിൻ്റെ, പിന്നെ അതുപോലെ തന്നെ സന്തോഷേട്ടൻ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പിന്നെ നമ്മളെ ലത്തീഫ് കുറ്റിപ്പുറം എന്ന് പറഞ്ഞിട്ട് മൊയിലാരായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ഒക്കെ പെർഫോമൻസ് ഞാനൊക്കെ വിചാരിച്ചേക്കട്ടെ ഇത്ര ഗംഭീരമായിട്ടാണ് തെളിഞ്ഞു വന്നത്. മറീനയുടെ കാര്യം പറയണ്ട, കാരണം ആ ഒരു കഥാപാത്രമായിട്ട് മറീന മാറുകയാണ് ചെയ്തത്. അത് ശരിക്കും അതിൻ്റെ ക്രെഡിറ്റ് ശ്രീദേവിനും കൂടിയാണ്. മറീന അത് നന്നായിട്ട് സഹകരിച്ചു, നന്നായിട്ട് അഭിനയിച്ചു. ആ കോസ്റ്റ്യൂമും എല്ലാം അവരുടെ ആ ഒരു ലുക്ക് തന്നെ മാറിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ആ കുഞ്ഞാത്തു എന്നുള്ള കഥാപാത്രത്തിനായിട്ട് ഇഴുകിച്ചേർന്നു. ആരും നമുക്ക് ഇതിൽ ഒന്നും പറയാനില്ല, കാരണം അത്ര താജ് പറയാനില്ല, കാരണം എല്ലാവരും നന്നായിട്ടില്ല. അഭിനയിച്ചു ശശിയേട്ടൻ, കണ്ണേട്ടൻ, അതുപോലെ തന്നെ പാർത്ഥസാരഥി, അദ്ദേഹത്തിനൊക്കെ ഒരു നല്ലൊരു വൈദ്യുതമാവും. പാർത്ഥസാരഥിയുടെ കഥാപാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ നല്ല ചേക്കുവിൻ്റെ കൂട്ടുകാരനായിട്ട്.
അങ്ങനെ എല്ലാവരും എടുത്തു പറയാം. എനിക്ക് എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. അത് കൂടുതൽ ഇഷ്ടമാണ്. നമ്മുടെ ഫ്രണ്ടാണ് നല്ല സിനിമയില് അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ പടമാണ് കാണാൻ നല്ല രസമാണ്. കൂടുതൽ കഥാപാത്രമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടു.